വേട്ടയാടി ജീവിച്ചിരുന്ന ആദിമ മനുഷ്യൻ പിന്നീട് പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് ഒടുവിൽ കോളനിവൽക്കരണത്തിലേക്ക് മാറിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മനുഷ്യൻ കൃഷികളൊക്കെ നടത്തുക, കൃഷിസ്ഥലങ്ങൾ വേലികെട്ടി സംരക്ഷിക്കുക, പലതരത്തിലുള്ള ധാന്യങ്ങളൊക്കെ അതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് മനുഷ്യന് ലഭിക്കുക, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം. അവിടെ നിന്ന് ആണ് നമ്മൾ വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്നത്. മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിപ്പോൾ കാർഷിക വിളകളാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം, ഈ വിളകൾ പൊതുവിപണിയിൽ കൊണ്ടുവരിക, അത് ആവശ്യമുള്ളവർ വാങ്ങിക്കുക. അപ്പോൾ അവരതിന് തിരിച്ച് വിഭവങ്ങൾ തന്നെ അതിന് വിലയായി കൊടുക്കുക. അതായത് ബാർട്ടർ ഒരു സമ്പ്രദായമായിരുന്നു ആദിമകാലത്ത് നിലനിന്നിരുന്നത്. ഒരു എക്സ്ചേഞ്ച്, കറൻസി എന്ന് പറയുന്നത് പ്രാബല്യത്തിലില്ലായിരുന്നു. ഇന്ന് ഈ വിപണി വികസിച്ച് അതിനോടൊപ്പം കറൻസി എന്നുള്ള ഒരു സമ്പ്രദായം വളർന്നു. അങ്ങനെ ഇന്ന് വിപണിയിലെ ബാർട്ടർ എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം, സാധനത്തിന് സാധനം കൊടുക്കുക, സാധനം കൊടുത്ത് സാധനം വാങ്ങിക്കുക, ആ ഒരു സിസ്റ്റം മാറി. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ തലമുടി വെട്ടാനൊക്കെ ഒരാൾ വീട്ടിൽ വന്നാൽ അയാൾക്ക് കൊടുത്തിരുന്നത് കുറച്ച് നെല്ല്, ഒരു നാഴി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അളന്ന് പ്രതിഫലമായിട്ട് നെല്ല് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കറൻസിയുടെ ആധിപത്യമായി. പക്ഷെ എങ്കിൽ പോലും വ്യക്തികളും വിപണിയും തമ്മിൽ ഒരു പാരസ്പര്യമുണ്ട്. വ്യക്തികൾ വിപണിയെ ആശ്രയിച്ചിരിക്കുന്നു, വിപണി വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം വിപണിയിലുള്ള ആ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വ്യക്തികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവ വിറ്റഴിയുകയുള്ളൂ. അതുപോലെ തന്നെ വ്യക്തികൾക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ അത് കിട്ടുവാനായിട്ട് വിപണി അത്യാവശ്യമാണ് താനും. ആധുനിക കാലത്ത് കാർഷിക മേഖലയിലാണെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റ് വിപണികളിലൊക്കെ, മറ്റു മേഖലകളിലൊക്കെ, വ്യവസായ മേഖല അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ പലപ്പോഴും കാർഷിക വിളകൾ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയിട്ട് ആളുകൾ അധികം കൊടുക്കാറില്ല. പക്ഷെ എങ്കിൽ പോലും അവിടെയും കാർഷിക വിളകൾ വാങ്ങിക്കാനായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ കടകൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അവിടെ നിന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാം. പിന്നെ ബാർട്ടർ സിസ്റ്റം അല്ല, പകരം തിരിച്ച് ഉൽപ്പന്നങ്ങളല്ല കൊടുക്കുന്നത് എന്ന് മാത്രം, പൈസയാണ് കൊടുക്കുന്നത്. വിപണിയെക്കുറിച്ച് പറയാൻ കാരണം, ഇന്ന് പലരും പറയുന്ന ഒരു പരാതി പൈസ ഇല്ല, പഴയതുപോലെ പൈസ വരുന്നില്ല എന്നാണ്. ഇത് ഈ രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. വിപണിയുടെ പ്രതിനിധികളായ കച്ചവടക്കാർ അല്ലെങ്കിൽ ഉൽപ്പാദകർ, അവരൊക്കെ പറയുന്നുണ്ട് പണമില്ല, പണം വരുന്നില്ല. ഇനി ഇതുപോലെ തന്നെയാണ് വ്യക്തികൾ പറയുന്നത്. വിപണിയുടെ ഉപഭോക്താക്കൾ, വിപണിയിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട വ്യക്തികൾ, അവരും പറയുന്നതാണ് പൈസയില്ല. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരു പണലഭ്യത കുറഞ്ഞു വരുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. അതിന് പലതരത്തിലുള്ള ഘടകങ്ങൾ കാരണമാണ്. കോവിഡൊക്കെ ഒരു കാരണമായിരുന്നു, പ്രളയം, അതുപോലെ തന്നെ ചില ഗവൺമെൻറ് നയങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മാർക്കറ്റിൽ പണലഭ്യത കുറയുന്നുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഈ പണലഭ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാ തരത്തിൽപ്പെട്ട ജനങ്ങളെയും, എല്ലാ പ്രായക്കാരെയും ഉൾപ്പെടുത്തിയുള്ള ഒരു സ്കീമിന് രൂപം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കീം അനുസരിച്ച് ഒരു മാസം പ്രായമായ കുഞ്ഞിന് തുടങ്ങി 65 വയസ്സ് വരെ പ്രായമായവർക്ക് വരെ ഈ സ്കീമിൽ അംഗങ്ങളാകാം. അവർക്ക് പരമാവധി വർഷങ്ങളാണെങ്കിൽ 19 വർഷം കഴിഞ്ഞ്, നേരെ മറിച്ച് നേരത്തെ ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് അവർക്ക് ഈ പണം വർഷം തോറും 50,000 രൂപ തുടങ്ങി അതിൻ്റെ ഗുണിതമായിട്ട് 1 ലക്ഷം, 2 ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ട് പണം കിട്ടുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സ്കീം
ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളൊക്കെ ഒരുപാട് പൈസ ചെലവ് ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും എത്രയോ പണമാണ് നമ്മൾ ചെലവഴിക്കുക പല കാര്യങ്ങൾക്കും. പക്ഷേ ആ ചെലവഴിക്കുന്ന പണത്തിൽ നിന്ന് ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു തുക, ഒരു 85 രൂപ മാറ്റിവെക്കാമെങ്കിൽ ജീവിതകാലം മുഴുവൻ 50,000 രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ഇനി 85 എന്നുള്ളത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ട് ഒരു 170 രൂപ വെച്ച് നമുക്ക് ദിവസേന മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിലോ, അപ്പോൾ നമുക്ക് വർഷം തോറും ലഭിക്കുന്നത് 1,00,000 രൂപയാണ്. ഇനി 170 എന്നുള്ളത് 340 ആയാൽ വർഷം തോറും ലഭിക്കുന്നത് 2,00,000 രൂപയാണ്. 340 680 രൂപയായാൽ വർഷം തോറും 4,00,000 രൂപയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ എത്ര തുക വേണമെങ്കിലും ലഭിക്കാവുന്ന തരത്തിൽ, വേണമെങ്കിൽ കോടികൾ വരെ ലഭിക്കാവുന്ന തരത്തിൽ നമ്മൾ ഓരോ ദിവസവും മാറ്റിവെക്കുന്ന തുകയുടെ അളവനുസരിച്ച് നമുക്ക് ജീവിതകാലം മുഴുവൻ ലഭിക്കുന്ന ആ പണത്തിൻ്റെ അളവും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പണം മനുഷ്യൻ്റെ കയ്യിലേക്ക്, വ്യക്തികളുടെ കയ്യിലേക്ക് വർഷാവർഷം വന്നു ചേരുമ്പോൾ അവരുടെ പണലഭ്യത വർദ്ധിക്കുന്നു എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കുന്നത്. പണലഭ്യത വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലെ പണലഭ്യതയും വർദ്ധിക്കുന്നു. മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാർ വരുന്നു, ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റഴിയുന്നു. മാർക്കറ്റ് നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിൽപ്പനക്കാർക്കും ഉൽപ്പാദകർക്കും ഒക്കെ കൂടുതൽ പണം ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെ അവർക്ക് കൂടുതൽ പണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് വ്യക്തികളുടെ കയ്യിലും കൂടുതൽ പണം ഉണ്ടാകുന്നു. അങ്ങനെ വ്യക്തികൾക്കും വിപണിക്കും ഒരേപോലെ ഒരു സാമ്പത്തിക ഉണർവ് ലക്ഷ്യമാക്കിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ സ്കീം ഇറക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല ഗവൺമെൻറ് സ്കീമിനുള്ള അവാർഡ് വരെ ലഭിച്ച, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചേർന്ന, ഒരു വർഷം കൊണ്ട് 1 കോടി ആളുകളൊക്കെ ചേർന്ന ഒരു സ്കീമാണിത്. കാരണം പണലഭ്യത എല്ലാവർക്കും ആവശ്യമുണ്ടെന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണ്ടെത്തൽ. അതിന് പ്രായഭേദമില്ല. 1 മാസം പ്രായമായ കുഞ്ഞിനാണെങ്കിലും പണം ആവശ്യമാണ്. ബേബി ഫുഡിനായാലും ഉടുപ്പുകൾക്കായാലും മരുന്നിനായാലും ഒക്കെ പണം ആവശ്യമാണ്. 65 വയസ്സായ ആളുകൾക്കും പണം ആവശ്യമാണ്. അവർക്കും പണം എന്ന് പറയുന്നത് മനുഷ്യന് അവൻ്റെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങിക്കുവാനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു കറൻസി, അതാണ് പണം. അതില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കറൻസി ഇന്ന് ഒരു വലിയ മാർക്കറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറുകയാണ്. കാരണം കറൻസിയിൽ കൂടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും കഴിയുള്ളൂ. അപ്പോൾ ഈ മനോഹരമായ ഈ സ്കീം ഈ മാസം ഏകദേശം അവസാനത്തോടു കൂടി തീരുകയാണ്. ഇത് ജോസ് കാച്ചപ്പള്ളി @ജോസ് കാച്ചപ്പള്ളി 1090. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക.